السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. باب التيمم. ഈ ഉമ്മത്തിൻ്റെ മാത്രം സവിശേഷതയാണ് തയമ്മും. വേറെ മുമ്പുള്ള ഉമ്മത്തിനൊന്നും വുളുവൊക്കെ ഉണ്ടായിട്ടുള്ളൂ, തയമ്മം ഉണ്ടായിട്ടില്ല. തയമ്മമ എന്ന വാക്കിനർത്ഥം ഉദ്ദേശിച്ചു, കരുതി എന്നൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഉദ്ദേശം മുഖവും മുങ്കയും ശുദ്ധിയുള്ള മണ്ണുകൊണ്ട് തടവുക എന്നാണ്. പക്ഷെ അതിന് നിയ്യത്ത് വേണമല്ലോ, മണ്ണ് പുരട്ടിയാൽ പോരല്ലോ. അപ്പം അതുകൊണ്ട് തയമ്മം എന്ന് കരുതി. മണ്ണ് പുരട്ടാൻ കരുതും വേണം, പുരട്ടും വേണം. ഇൻഷാ അല്ലാഹ്. പിന്നെ അതിന് കുറേ ഹുക്കുമുണ്ട്, റുക്കുനുണ്ട്, സിഫത്തുണ്ട്, കൈഫിയത്തൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്ന് പറഞ്ഞു നോക്കുക. യസിഹു ബിശുറൂത്തിൻ സമാനിയ. അൽ അവ്വലു അന്നിയ്യത്തു. വുളൂവിന് നിയ്യത്ത് വേണമെന്ന് പറഞ്ഞില്ലല്ലോ, ഷർത്ത്. തയമ്മുമിന് നിയ്യത്ത് ഷർത്താണ്. കാരണം അത് ഫർ ആണല്ലോ, വുളൂ അസ്ലാണ്. അപ്പം നിയ്യത്ത് ചെയ്തില്ലെങ്കിലും സംഗതി റെഡി. പക്ഷെ ഫർ ആകുമ്പോൾ, മറ്റൊന്നിന് പകരം വരുന്ന സാധനം ആകുമ്പോൾ അതിനൊരു പ്രത്യേക നിയ്യത്തൊക്കെ ആവശ്യമായിട്ട് വരികയാണ്. അതാണ് ഇതിന് നിയ്യത്ത് വേണമെന്ന് പറയാൻ കാരണം. വെള്ളം എന്ന് പറയുന്നത് ശുദ്ധിയാക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട സാധനമാണ്. ഇനി അവിടെ പ്രത്യേകം എന്താക്കേണ്ടിയില്ല, നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മണ്ണ് സാധാരണ അഴുക്കാക്കണ സാധനമാണ്. അപ്പം പിന്നെ അത് ശുദ്ധിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നിയ്യത്ത് വേണം. അപ്പം ഹഖീഖത്തുഹ അഖ്ദുൽ ഖൽബി അലൽ ഫീരി. അതാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഒരു പ്രവൃത്തി ഉണ്ടാക്കുന്നതിന് മനസ്സ്, അഖ്ദ് കാരണം മനസ്സ് കരുതുക എന്ന് തന്നെ, ഖൽബ് കരുതുക. അലൽ ഫീരി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഉണ്ടാക്കാൻ. അഖ്ദുൽ ഖൽബി അലൽ ഫീൽ. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മനസ്സ് അഖ്ദ് ചെയ്യുന്നതിന് തീരുമാനിക്കുന്നതിൻ്റെ പേരാണ് അഖ്ദ്. എന്നാൽ തീരുമാനിക്കുക. അഖദാറിന വാക്കിന് കെട്ടി എന്നൊക്കെ അർത്ഥമല്ല. കയറൊക്കെ കിട്ടുന്നതിന് എന്താ പറയുക, അഖദ. അതുതന്നെയാണ് നിക്കാഹ് പോലെയുള്ള ഇടപാടുകൾക്കും കച്ചവടം പോലെയുള്ളതിനും അഖ്ദ് എന്ന് പറയുന്നത്. അതൊരു ബന്ധിപ്പിക്കലാണ്. കരാറ് എന്നൊക്കെ പറയുന്നതൊക്കെ ആ അർത്ഥത്തിലാണ്. ഈ ഭാഷാർത്ഥം അതിൽ വരുന്നുണ്ട്. അപ്പോൾ വഖ്തുഹ ഇൻദ ദർബി യദിഹി അലാമ യതയമ്മമു ബിഹി. അതിൻ്റെ നിർവചനം. ഓക്കെ. ഒരു പ്രവൃത്തി ഉണ്ടാക്കുന്നതിന് ഹൃദയം അങ്ങ് തീരുമാനിക്കുക, ഹൃദയം അങ്ങോട്ട് ഉറപ്പിക്കുക. അഖ്ദുൽ ഖൽബി അലൽ ഫീലി. അടുത്തത് വഖ്തുഹ ഇൻദ ദർബി യദിഹി അലാമ യതയമ്മമു ബിഹി. തയമ്മം ചെയ്യുന്ന വസ്തുവിന്മേൽ കൈ പ്രയോഗിക്കുമ്പോഴാണ് അതിൻ്റെ സമയം. അലാമ യതയമ്മമു ബിഹി. തയമ്മം ചെയ്യുന്ന വസ്തുവിന്മേൽ അവൻ്റെ കൈ പ്രയോഗിക്കുമ്പോഴാണ് അതിൻ്റെ സമയം. ശുറൂത്തു സിഹത്തി നിയ്യത്തി സലാസത്തുൻ. നിയ്യത്ത് സഹിയാകാനുള്ള ഷർത്ത് 3 എണ്ണമാണ്. ശുറൂത്തു സിഹത്തി നിയ്യത്തി അൽ ഇസ്ലാം, മുസ്ലിം ആകണം. അപ്പോഴല്ലേ കൂലിട്ടുക. കാഫർ കൂലിട്ടാത്ത ആളല്ലേ. തമ്മീസു, വകതിരിവ് വേണം. ആ പറയണ സാധനം എന്താണെന്നോ പറയണത് എന്താണെന്ന് വകതിരിവ് വേണം. അല്ലാത്ത നിയ്യത്ത് ഇതൊരു കാര്യമില്ലല്ലോ. വൽ ഇൽമു ബിമാ യൻവീഹി. അവന് കരുതുന്ന കാര്യം അവൻ അറിയണം. ഉറപ്പ് വേണം, സംശയം ഉണ്ടായാൽ പോരാ. എന്താണ് കരുതപ്പെടുന്നത് എന്ന് അവൻ അറിയണം. അൽ ഇൽമു ബിമാ യൻവീഹി. ഇസ്തറത്തുൽ സിഹത്തി തയമ്മുമി. തയമ്മും സഹിയാകുന്നതിന് ഷർത്താണ് നിസ്കാരത്തിൻ്റെ ലിസ്വലാത്തി ബിഹി. തയമ്മും കൊണ്ട് നിസ്കാരം സഹിയാകുന്നതിന്, തയമ്മും കൊണ്ട് നിസ്കരിക്കുന്നതിന്, തയമ്മും സഹിയാകുന്നതിന് ഷർത്താണ് അഹദ് സലാസത്തി അഷ്യ, 3-ൽ ഏതെങ്കിലും ഒന്ന്. അതായത് നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ്.
മൂന്നിലൊരു രീതിയിൽ നിയ്യത്ത് വെക്കണം. അതാണ് ഇസ്തറത്തുൽ സിഹത്തി തയമ്മുമി സ്വലാത്തി ബിഹി അഹദു സലാസത്തി അഷ്യാ. മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ഷർത്ത്. ഒന്ന് ഇമാനിയ്യത്തു തഹാറത്തി, തഹാറത്തിനെ കരുതുക. ഏത്? അവനിൽ അശുദ്ധിയുണ്ട്, ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുകയാണ് എന്ന് കരുതുക. അത്ര കരുതിയാൽ മതി. രണ്ട്, വസ്തിബാഹത്തു സ്വലാത്തി, വസ്തിബാഹത്തു സ്വലാത്തി നിയ്യത്തു തഹാറത്തി വിസ്തിബാഹത്തി സ്വലാത്തി, അല്ലെങ്കിൽ നിസ്കാരം ഹലാലാക്കുകയാണെന്ന് കരുതുക. നിസ്കാരം ഹലാലാകണമെങ്കിൽ തയമ്മും ചെയ്യണമല്ലോ. അപ്പോൾ ഈ നിസ്കാരം ഹലാലാകൽ എങ്ങനെ? അശുദ്ധി വരുമ്പോഴല്ലേ. അപ്പോൾ പിന്നെ അശുദ്ധി ഉയർത്തുകയാണ് എന്നുള്ള നിയ്യത്ത് പോലെയായി, ശുദ്ധിയാക്കുകയാണെന്നുള്ള നിയ്യത്തിൻ്റെ സ്ഥാനത്തെത്തി. ഔ നിയ്യത്തും ഇബാദത്തും മഖ്സൂദ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിനെ കരുതുക. പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൻ്റെ ഉള്ളിലല്ലാതെ സ്വന്തമായി ചെയ്യപ്പെടുന്ന ഇബാദത്ത് എന്നർത്ഥം. സ്വന്തമായി മറ്റ് ഈ ഇബാദത്തുകൾ മഖ്സൂദ് ഗൈർ മഖ്സൂദും ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തഹയ്യത്ത് നിസ്കാരം എന്നുള്ളത് മഖ്സൂദത്ത് എന്ന് പറഞ്ഞുവിടാം. കാരണം ഇനി ഇശൻ്റെ മുമ്പുള്ള ശേഷമുള്ള സുന്നത്കാരത്തിലായാലും സംഗതി നടക്കും. എന്നാൽ പിന്നെ ളുഹുർ ളുഹറിന് മുമ്പുള്ള സുന്നത്ത് അങ്ങനെയല്ലല്ലോ, അത് മഖ്സൂദത്ത് തന്നെയാണല്ലോ. പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്ന ഇബാദത്തിനെ കരുതുക. ഇനി ഔ നിയ്യത്ത് ഇബാദത്തിൻ മഖ്സൂദത്തിൻ ലാ തസിഹു ബിദൂനി തഹാറത്തിൻ, ആ ഇബാദത്തിൻ്റെ പ്രത്യേകത ശുദ്ധിയില്ലാതെ സ്വഹിയാവാത്ത, ശുദ്ധിയാക്കാതെ സ്വഹിയല്ലാത്ത ഒരു പ്രധാനമായ ഒരു ഇബാദത്തിന് കരുതുക. ഉദാഹരണത്തിന് ഇപ്പോൾ നിസ്കരിക്കാമെന്ന് കരുതുക, നിസ്കാരത്തിന് വേണ്ടിയെന്ന് കരുതുക, നിസ്കാരത്തിന് വേണ്ടി തയമ്മും ചെയ്തെന്നും കരുതുക, അല്ലെങ്കിൽ ജനാസസ്കാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ തിലാവത്തിൻ്റെ സുജൂദിന് വേണ്ടി, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ വേണ്ടി. ഇതൊന്നും ശുദ്ധിയില്ലാതെ സ്വഹിയാകാത്ത ഇബാദത്താണല്ലോ. അല്ല, ഖുർആൻ ഓതുന്നതിന് പ്രശ്നമല്ല, വലിയ ശുദ്ധിക്കാരനാവുമ്പോഴേ ഉള്ളൂ. അപ്പോൾ വലിയ ശുദ്ധിക്കാരൻ തയമ്മും ചെയ്യുമ്പോൾ കരുതിയാൽ മതി ഖുർആൻ ഓതാൻ വേണ്ടി എന്നുള്ളത്. ഓക്കെ. ഇനിയിപ്പോൾ ഹയദ് കഴിഞ്ഞു. ഹയദിൽ നിന്ന് വിരമിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതണമെങ്കിൽ തയമ്മും ചെയ്യണമല്ലോ, അല്ലെങ്കിൽ കുളിക്കണമല്ലോ, ശുദ്ധിയാകണമല്ലോ. അപ്പോൾ നിയ്യത്ത് ചെയ്താൽ മതി. ശുദ്ധിയില്ലാതെ സ്വഹിയാകാത്ത പ്രധാനമായ ഒരു ഇബാദത്തിനെ കരുതുക. എല്ലാവർക്കും മനസ്സിലാവുന്ന തന്നെ. ഫലാ യുസല്ലി ബിഹി. അങ്ങനെ വരുമ്പോൾ തയമ്മുമിനെ കരുതി മുകളിൽ പറയപ്പെട്ട വേറൊന്നുമില്ല, തയമ്മു ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ തയമ്മും ചെയ്ത ആൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഫലാ യുസല്ലി ബിഹി ഇതാനാവ തയമ്മുമ ഫഖത്ത്, തയമ്മുമനെ മാത്രം കരുതിയാൽ തയമ്മു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? നിസ്കരിക്കാൻ പറ്റൂല. ഓക്കെ. ആ, ഈ മൂന്നാലൊരു നിയ്യത്ത് വേണമെന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഈ മൂന്നിൻ്റെ പുറത്തുള്ളത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല, തയമ്മെന്ന് മാത്രം കരുതിയാൽ. കാരണം ഈ മൂന്ന് നിയ്യത്ത് പെട്ടതല്ലല്ലോ തയമ്മിനെ മാത്രം കരുതുക എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് തയമ്മും ചെയ്യുന്നതെന്ന് കരുതണം എന്നർത്ഥം. ഔ നവാഹുലി ഖിറാത്തിൽ ഖുറാനി വലം യകുൻ ജുനുബൻ, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ വേണ്ടി തയമ്മും ചെയ്യാന്ന് കരുതി, എന്നാൽ അവൻ വലിയ ശുദ്ധിക്കാരനല്ലാണോ, അവിടെ തയമ്മും ശരിയാവോ? ശരിയാവോ? എന്തുകൊണ്ട്? വലിയ ശുദ്ധിക്കാരനാണെങ്കിലും ഓക്കെ, ഖുർആൻ ഓതാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പറ്റും. ഇവിടെ വലിയ ശുദ്ധിക്കാരനല്ലാത്ത ആൾ ഖുർആൻ ഓതാൻ വേണ്ടി എന്ന് തയമ്മും നിയ്യത്ത് ചെയ്താൽ മതിയാവില്ലല്ലോ. കാരണം എന്താ? വലിയ ശുദ്ധി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതാൻ എന്ത് വേണ്ട? ശുദ്ധി വേണ്ട. നമ്മൾ മൂന്നാമത്തെ നിയ്യത്ത് ഇബാദത്ത് മഖ്സൂദത്തൻ ലാ തസിഹു ബിദൂനി തഹാറ, താറത്ത് കൂടാതെ സ്വഹിയാവാത്ത ഇബാദത്തിനെ കരുതുക. വലിയ ശുദ്ധി ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, അത് ചെറിയ ശുദ്ധിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതുന്നതിന്
തയമ്മുമോ വുളു ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം പിന്നെ ആ നിയ്യത്ത് ചെയ്താൽ മതിയോ? ഇല്ല. അതാണ് പറഞ്ഞത്. ഔ നവാഹുൽ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാനോ എന്ന് കരുതി. വലമിക്കും ജുരുബൻ, അവനാണെങ്കിൽ എന്തല്ല, വലിയ ശുദ്ധിക്കാരൻ അല്ല താനും. അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ടൊന്നും നിസ്കരിക്കാൻ പറ്റൂല. അസാനി, രണ്ടാമത്തെ ഷർത്ത് അൽ ഉദ്റുൽ മുബീഹുൽ തയമ്മുമി, തയമ്മുമിന് അനുവദിക്കുന്ന ഒരു കാരണം വേണം. എന്തൊക്കെയാ കാരണം? ഒരുപാട് ഇനത്തിൽ കാരണങ്ങൾ വരും. ഒന്ന് കബൗദിഹി മൈലൻ, ഒരു മൈൽസ് അകലെയാണ്. എന്ത്? അൻ മായിൻ, വെള്ളം. ഒരു മൈൽസ് അകലത്തിലാണ് വെള്ളമുള്ളൂ. വലു ഫിൽ മിസ്ർ, അത് പട്ടണത്തിനാണെങ്കിൽ പോലും ഒരു മൈൽസ് അകലെ ഉണ്ടെങ്കിൽ അവിടെ തയമ്മുമിൻ്റെ മാർഗം സ്വീകരിക്കാം. നമ്മൾ മസാഫത്തിന് അഥവാ എന്നൊക്കെയാണ് ഷാഫി മദ്ഹബിൽ പറയുന്നത്. മസാഫത്തിന് അഥവാ, മസാഫത്തിന് അതുവല്ല, ഹദ്ദുൽ ഖൗസ്, ഒരു സഹായം തേടിയാൽ കിട്ടുന്ന ദൂരം. ഈ ഒരു മൈൽ എന്ന് പറയുമ്പോൾ എത്ര ദൂരം വരും? ഇവരെ മൈൽസൊക്കെ ആണെങ്കിൽ ഒരു 1.5 കിലോമീറ്ററിലധികം ഉണ്ടാവും സാധാരണ പറയുന്ന മൈൽസ്. ഇനി വലോഫിൽ മിസ്രി, ആ ഇനി മിസ്റിലാണെങ്കിലും, മിസ്റൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും അവിടെ എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. അതുപോലെ ഹുസൂലി മറന്ന്, മറ്റൊരു കാരണം രോഗം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗം ശക്തിപ്പെടും, അല്ലെങ്കിൽ സാവകാശം മാറുള്ളൂ. അങ്ങനെ ബറദുൻ യുഹാഫ് മിന്നു, ഭയപ്പെടേണ്ട തണുപ്പ്. യുഹാഫ് മിൻഹു തലഫു, തണുപ്പ്. ആ തണുപ്പ് കാരണം വെള്ളം ഉപയോഗിച്ചാൽ ഭയപ്പെടും ആ തലഫു, നാശം, അവൻ്റെ അവയവങ്ങൾക്കോ ശരീരത്തിനോ നാശം. അതിൽ മറന്നു, അല്ലെങ്കിൽ രോഗം ഭയപ്പെടും. അപ്പോഴും അവിടെ അവന് തയമ്മും ചെയ്യാവുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത്ര എളുപ്പമാണ്, ഇടങ്ങേറാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ രോഗം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ രോഗം കാരണമായിട്ട് എന്ത് ചെയ്യും? രോഗം നസൂല് മറദീൻ യുഹാഫ് മിൻ ഇസ്തിദാദിൽ മറദീന. ഇനിയിപ്പോൾ ആരോഗ്യമുള്ള ആളാണ്, വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കേണ്ടതെന്നർത്ഥം. പിന്നെ അടുത്തത് വഖൗഫു അദുബിൻ, ശത്രു ഭയം. വെള്ളം എടുക്കാൻ വേണ്ടി പോയാൽ ശത്രു ആക്രമിക്കും എന്നുള്ള ഭയം, അല്ലെങ്കിൽ അവനെ തട്ടിപ്പറിക്കും എന്നുള്ള ഭയം. എന്തോ ആവട്ടെ, കിണറിൻ്റെ അടുത്തേക്കൊക്കെ പോകണം കോരാൻ, വെള്ളം കോരാൻ, അല്ലെങ്കിൽ കുളത്തിലൊക്കെ പോകണം, പക്ഷെ ശത്രു ഭയം ഉണ്ട്. അടുത്തത് വാത്തുസുൻ, ദാഹം. ഇപ്പം ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ പിന്നെ ദാഹിച്ച് ഇടങ്ങാറാവും. ഇപ്പം യാത്രയിലാണ്, ഒരു കുപ്പി വെള്ളമേ ഉള്ളൂ. വഹ്തിയാജുല്ലി അജിനി, മാവുണ്ടാക്കാൻ ആവശ്യമാവുക. ആ വെള്ളം നമുക്ക് മാവുണ്ടാക്കാനൊക്കെ ആവശ്യമുണ്ട്. നജസ് നീക്കാൻ, മാവുണ്ടാക്കാൻ, ചായ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവില്ലേ? അജിന് അജിന് ലി വേണ്ടി എന്നർത്ഥത്തിന് ജെറിന്റെ റഫ് അല്ല. അല്ലാന്ന് ലീ എന്നുള്ള ജെറിന്റെ റഫാണ്. അതെ, ജെറിന്റെ റഫിലെ ആമല്ലേക്കാണ് വേണ്ടി അർത്ഥത്തിന്. ലാലി തൊബഹി മരിഖിൻ, കറി ഉണ്ടാക്കാനല്ല. അത് അത്യാവശ്യം നമ്മുടെ ലറൂറത്താണ് കാരണം പറയുന്നത്. മാവുണ്ടാക്കണമെങ്കിൽ വെള്ളം ഉണ്ടായാൽ മാത്രമേ കഴിയുള്ളൂ, പക്ഷേ കറി വേവിക്കാൻ വേണ്ടിയുള്ളത് പെടൂല. വലി ഫഖദി ആലത്തിൻ,
വെള്ളം കോരാനുള്ള ഉപകരണമില്ലാത്തപ്പോഴും തയമ്മും ചെയ്യാം. കിണറുണ്ട്, കറണ്ടില്ല, എന്താ കാട്ടുക? ഉപകരണമല്ല, തൊട്ടില്ല, കയറില്ല. വഖൗഫു ഫൗത്തി സ്വലാത്തി ജനാസത്തിൻ, വഖൗഫു ഫൗത്തി സ്വലാത്തി, വലിയ ജനാസ നിസ്കാരം നഷ്ടപ്പെടുമോ എന്ന ഭയം. പിന്നെ ഔ ഈദിൻ, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെടും. ഒതുണ്ടാക്കിയാൽ പെരുന്നാൾ പോകും, ഒതുണ്ടാക്കാൻ പോയാൽ പെരുന്നാൾ നിസ്കാരം പോകും. ഇപ്പം നിസ്കരിക്കും മയ്യത്ത്, അപ്പം പിന്നെ ഒതുണ്ടാക്കാൻ നിന്നാൽ നിസ്കാരം കിട്ടൂല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുക? വേഗം തയമ്മം ചെയ്തിട്ട് പെട്ടെന്ന് ഓടിക്കേറാം. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ഒരിക്കലും ജനാസ കൊണ്ടുവന്നപ്പോൾ മൂപ്പർക്ക് വധു ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തയമ്മം ചെയ്ത് നിസ്കരിച്ചു എന്നാ. വലോ ബിനാഅൻ, അത് തുടർച്ചയാണെങ്കിൽ പോലും, അതായത് മയ്യിത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? അശുദ്ധി ഉണ്ടായി. തുടക്കത്തിൽ എന്ന് മാത്രമല്ല ബിനാൻ, അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള തുടർച്ചയുടെ ഭാഗമായിട്ടാണെങ്കിലും തയമ്മം ചെയ്യാം. പൊതുവോടുകൂടിയാണ് നിസ്കാരം തുടങ്ങിയത്, പെരുന്നാൾ നിസ്കാരം തുടങ്ങിയത്. അവിടെ എന്ത് ചെയ്യുക? നിസ്കാരം ഒഴിവാക്കണ്ട, പെട്ടെന്ന് തയമ്മം ചെയ്തിട്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് തയമ്മം ചെയ്യാൻ 1/2 മിനിറ്റ് 10 സെക്കൻഡല്ലേ വേണ്ട ആകെ. അപ്പോൾ ജനാസ ഉയർത്തിപ്പോയാൽ പിന്നെ വെള്ളം കിട്ടൂലല്ലോ. പെരുന്നാൾ നിസ്കാരത്തിന് ഒതുണ്ടാക്കാൻ പോയാൽ തിരക്കായിരിക്കും, പിന്നെ സ്ഥലം തന്നെ കിട്ടൂല. വലൈസ മിനൽ ഉദ്രി ഖൗഫുൽ ജുമുഅത്തി, ജുമുഅ നഷ്ടപ്പെടുമെന്ന ഭയം മുദ്രയിൽപ്പെട്ടതല്ല കേട്ടോ. ജുമുഅ പോവാണെങ്കിൽ പോയിക്കോട്ടെ. ജുമുഅ പോയിണെങ്കിൽ ളുഹർ നിസ്കരിക്കാലോ. വൽ വഖ്തി, സമയം നഷ്ടപ്പെടുമെന്ന ഭയവും മുദ്രയിൽപ്പെട്ടതല്ല. ഒതുണ്ടാക്കുകയാണെങ്കിൽ ഖളാ ആകുന്നുണ്ടെങ്കിൽ ഖളാ ആയിക്കോട്ടെ, അപ്പോൾ ഖളാ കിട്ടണം, മുദ്രുണ്ടല്ലോ. അസാലിസു, മൂന്നാമത്തെ യകൂന തയമ്മും ബി ത്വാഹിരിൻ ബിൻ ജിൻസിൽ അർദി, ഭൂമിയുടെ ഇനത്തിൽപ്പെട്ട ശുദ്ധിയുള്ള വസ്തു കൊണ്ടായിരിക്കണം തയമ്മം ചെയ്യേണ്ടത്. അതായത് ശുദ്ധിയുള്ള നജസായതാകരുത്. മിൻ ജിൻസിൽ അർദി, ഭൂമിയുടെ ജിൻസിൽപ്പെട്ട. അപ്പോൾ കത്തുറാബി, മണ്ണ് പോലെ, വൽ ഹജരി, കല്ല് പോലെ, വർ റംലി, മണൽ പോലെ. ഇതൊക്കെ പറ്റും, കല്ലുമലൊക്കെ പറ്റും. ഇപ്പം മാർബിളൊക്കെ ഉണ്ടാവില്ലേ പള്ളിയിൽ, മാർബിൾ ഇട്ട അതേമാതിരി ടൈൽസൊക്കെ ഉണ്ടാവൂലേ, ടൈൽസൊക്കെ അപ്പോൾ ഭൂമിൻ്റെ ജിൻസ് പെട്ട തന്നെയാണല്ലോ. അപ്പം ഇവനോട് അടിക്കുക. കത്തുറാബി വൽ ഹജരി വർ റംലി, ഭൂമിയുടെ ജിൻസിൽപ്പെട്ടത്. പിന്നെ ലൽ ഹതബി, വിറക് കൊണ്ട് പറ്റൂല. വൽ ഫിദ്ദത്തി വദ്ദഹബി, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പറ്റൂല. ചെമ്പ്, ഇരുമ്പ് ഒന്നും പറ്റൂല. ഭൂമിന്റെ മണ്ണിന്റെ ജിൻസിൽ പെട്ടതായിട്ട് അതിനെ കൂട്ടുന്നില്ല. അത് വേറൊരു സാധനമാണ്. മണ്ണിന്റെ ജിൻസ് എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അറബ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മണ്ണ് എന്നാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ കല്ല്, ആ സാധനങ്ങളും മണലൊക്കെ അതിന്റെ ഭാഗം തന്നെയാണല്ലോ. അതിന്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ റംലില്ലേ, ഈ വെണ്ണൂറായി തീരുന്ന സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് തയമ്മം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കത്തിച്ചാല്, അല്ലെങ്കിൽ കത്തിച്ചാല് എന്താവും, അതൊരു ലോഹമായിട്ട് തീരും, അതുകൊണ്ടും പറ്റൂല. കരിച്ചാല്, ഇപ്പൊ സ്വർണ്ണം വെള്ളിയൊക്കെ അതിൽ പെട്ടതാണ്. മരം എന്ന് പറയുമ്പോൾ അത് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെന്താവും, വെണ്ണീരായി തീരും.
അള്ളാഹു പറഞ്ഞു തയമ്മോ സ്വായിദും ത്വയ്യിബ. ഈ സ്വായിദ് എന്നുള്ളതിനെ ഷാഫി മദബിൽ ഹനഫി മദബിൽ രണ്ടർത്ഥം പറഞ്ഞതാണ് വിഷയം. ഷാഫി മദബിൽ മണ്ണ് എന്ന് മാത്രം അർത്ഥം വെച്ചു. ഹനഫി മദബിൽ വജ്ഹുൽ അർദ് എന്ന് അർത്ഥം വെച്ചു. വജ്ഹുൽ അർദ് എന്ന് അർത്ഥം വെക്കുമ്പോൾ ഈ സാധനമൊക്കെ പറ്റി. വജ്ഹുൽ അർദിൽ എന്തുണ്ട്? ഹജറുണ്ട്, റംലുണ്ട്, തുറാബ് ഉണ്ടല്ലോ, ഒക്കെ ഉണ്ടല്ലോ. അപ്പോ നൂറുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കുഹുലുകൊണ്ടോ കിബിരിയൂത്ത് കൊണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ അഖീഖോണ്ടോ ഒക്കെ പറ്റും. മറ്റ് എന്തൊക്കെ കല്ലുണ്ട് അതൊക്കെ പറ്റും. പാറക്കല്ലോ അല്ലെങ്കിൽ ഉപ്പും കല്ലോ ഒക്കെ പറ്റും. കട്ട ഒക്കെ പറ്റും, സ്റ്റീ ഒക്കെ പറ്റും. അപ്പൊ സ്വൈദ് പറഞ്ഞാൽ വജുഹുൽ അർദ് എന്ന് അർത്ഥം വെക്കുമ്പോൾ ഒക്കെ വജുഹുൽ അർദ് തന്നെയാണല്ലോ. പക്ഷേ നമ്മൾ തഫ്സീർ കൊടുത്തതാണ് ഷാഫി മദ്ഹബിൽ തുറാബ് എന്നാണ് കൊടുത്തത്. അപ്പൊ പിന്നെ തുറാബ് എന്ന് കൊടുക്കുമ്പോൾ പാറക്കല്ല് പറ്റൂല. ഇതാണ് ഈ ഖിലാഫ് വരാനുള്ള കാരണം. സയ്യിദിന് തുറാബ് എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് ചില സ്വഹാബാക്കളൊക്കെ. അതിന് അവർ മറുപടി പറയാം അത് ഗാലിബ് എന്ന രീതിയിൽ പറഞ്ഞതാണ്. അറാബിയു നാലാമത്തത് ഇസ്തിആബുൽ മഹല്ലി, തയമ്മം ചെയ്യുന്ന സ്ഥലം മുഴുവനും മണ്ണെത്തിക്കണം എന്നുള്ളതാണ്. ഇസ്തിആബ് എന്ന് പറഞ്ഞാൽ മുഴുവനാക്കുക എന്നാ. മഹല്ല് എന്ന് പറഞ്ഞാൽ മുഖം രണ്ട് കൈയാണല്ലോ മുട്ട് വരെ. ബിൽ മസ്ഹി, മണ്ണ് തടവി ഈ മുഴുവൻ സ്ഥലത്തേക്ക് മണ്ണെത്തിക്കുക എന്നുള്ളതാണ്. ഇനി 5 യംസഹബി ജമീഅല്ലദി ഔ ബിഅക്സിയ, കയ്യിന്റെ മുഴുവൻ കൊണ്ടും അല്ലെങ്കിൽ അക്സർ കൊണ്ടും തടവുക എന്നുള്ള, ഒരു വിരലുകൊണ്ടും തടവിയാൽ പോരാ. കയ്യിന്റെ മുഴുവനായിട്ട് കൈ മുഴുവൻ കൊണ്ട് തടവണം. മുഴുവൻ കൈ കൊണ്ട് തടവണമെങ്കിൽ അക്സർ കൊണ്ടെങ്കിലും. ഹത്താലോ മസഹബി ഇസ്ബഅൈനി ലാ യജൂസ്, അപ്പോൾ 2 വിരലുകൊണ്ട് തടവിയാൽ മതിയാവൂല. വലോ കററ ഹത്തസ്തഅബ ഖിലാഫി മസ്ർ റഅസി, അപ്പൊ ഇനി പലവട്ടായാലോ ഹത്തസ്തഅബ, അങ്ങനെ എല്ലായിടത്തും എത്തിച്ചു എന്നാലും മതിയാവില്ല. ഒറ്റ തടവൽ കൊണ്ട് തന്നെ കയ്യിന്റെ മുഴുവൻ ഭാഗം ഉൾപ്പെടണം. അപ്പൊ 2 വിരലുകൊണ്ട് തടവി മതിയാവൂല. വലോ കററ, അവൻ ആവർത്തിച്ചാലും, ഹത്തസ്തഅബ മുഴുവൻ ഭാഗത്തേക്കും തടവിലെത്തുന്നത് വരെ ആവർത്തിച്ചാൽ പോലും 2 വിരലുകൊണ്ട് കുറച്ച് സ്ഥലം തടവി പിന്നെ 2 അത് പറ്റൂല. ഇസ്തിആബ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ 6 യകൂന ബിദർബത്തൈനി, 2 അടി കൊണ്ടാവുക. ബി ബാത്തിനിൽ കഫൈനി, മുങ്കയ്യിന്റെ പള്ള കൊണ്ടായിരിക്കണം, പുറം കൊണ്ടാകാൻ പറ്റൂല. വലോഫി മക്കാനി ബായിദിൻ, അതൊരു ഒറ്റ സ്ഥലത്താണെങ്കിൽ പോലും മുഖത്തേക്ക് അടിച്ചത് അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് കയ്യിലേക്ക് അടിച്ചത് നിൽക്കുന്നതാലും കുഴപ്പമില്ല. ഓക്കെ. വലോഫി മക്കാനി ബാഹിദിൻ വയഖൂമു മഖാമ ദർബത്തൈനി, 2 അടിന്റെ സ്ഥാനത്ത് നിൽക്കും. ഇസാബത്തു തുറാബി ബി ജസദിഹി, അവന്റെ ശരീരത്തേക്ക് മണ്ണെത്തുക എന്നത്. ഇതാ മസാഹു ബിനിയത്തി തയമ്മുമിന്റെ നിയത്തോടു കൂടി തടവുകയാണെങ്കിൽ. ഒരാളെ ശരീരത്തിലേക്കാണ് നിൽക്കായിരുന്നു, അപ്പൊ 4 മണൽ കാറ്റും കണ്ടടിച്ചു. അപ്പൊ നിയത്ത് ചെയ്തു മതി. യഖൂമു മഖാമ ദർബത്ത്, 2 അടിയുടെ സ്ഥാനത്ത് നിൽക്കും. ഇസാബത്തു തുറാബി ബി ജസദിഹി, മണ്ണ് ശരീരത്തിലേക്ക് എത്തുക എന്നത് എപ്പോൾ? ഇതാ മസാഹു ബി നിയത്തി തയമ്മുമിന്റെ നിയത്തോടു കൂടിയാണ് അതിനെ തടവുകയാണെങ്കിൽ. മണ്ണ് ഇവിടെ വന്നപ്പോൾ നിയത്ത് ചെയ്തായിട്ട് തടവി, അത് മതി. അടുത്തത് 7-മത്തതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ പറയണ്ടല്ലോ. കുറച്ചുകൂടി ഉണ്ട്, ഒറ്റ സർത്തോണി പറഞ്ഞാൽ പൂർത്തിയാവും. 8 7 ഇൻഖിതാഉമായി ഇനാഫിഹി, തയമ്മും എന്ന പ്രവൃത്തിക്ക് എതിരാകുന്ന പ്രവൃത്തികളൊക്കെ അവസാനിക്കണം, ഉണ്ടാവരുത്. ഇൻഖിതാഉമായി എംഫിഹി, അതായത് ഹൈദ്, നിഫാസ്, അശുദ്ധി അതൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ വുളു ഉണ്ടാക്കണ മാതിരി തന്നെ വുളുവിൻ്റെ ഇടങ്ങനെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക, വുളു ഉണ്ടാക്കിയാൽ കുളിച്ചാൽ ശരിയാവുമോ? ഇല്ല. ഇൻഖിതാഉമായി യുനാഫിഹി,
ഈ ശുദ്ധീകരണത്തിനെതിരാകുന്ന അശുദ്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കണം. 8 സമാലുമായ യമനോൽ മസ്, തടവുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കൾ ഉണ്ടാവാതിരിക്കണം. കശംഇൻ മെഴുക്, വശഹമിൻ നെയ്യൊക്കെ ഉണ്ടല്ലോ. വസബബുഹു വശുറൂത്ത് വുജൂബിഹി കമാ ദുക്കിറ, ഇതിൻ്റെ കാരണവും അത് നിർബന്ധമാവുന്ന ഷർത്തുകളൊക്കെ കമാ ദുക്കിറ ഫിൽ വുളൂയിൽ പറയപ്പെട്ടതുപോലെ തന്നെയാണ്. ഇവിടെ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അസ്ബാബുൽ തയമ്മും ഏതാ? അസ്ബാബുൽ വുളൂ തന്നെ. ഷുറൂത്ത് തയമ്മും ഏതാ? ഷുറൂത്തുൽ വുളൂ തന്നെ. അപ്പോൾ റുക്നാഹു, ഇതിൻ്റെ റുക്കിന് എന്ന് പറഞ്ഞാൽ മസ്സുൽ യദൈനി വൽ വജ്ഹി, 2 കൈയും മുഖവും തടവുക എന്നതാണ്. ഇനി സുനന് തയമ്മും 7 എന്ന് പറയണം. തയമ്മുമിൻ്റെ സുന്നത്തുകൾ 7 എണ്ണമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പഠിച്ചത് നാഫിയായ ഇൽമായി സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അവൻ്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്ന പിഴവുകളെ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വഅലിഹി വസല്ലം. ഇതിന്റെ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞേക്കാമോ? ഏത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സഈദ ത്വയ്യിബ തഹൂറുൽ മുസ്ലിമി വഇല്ലം യജിദിൽ മാഅ 10 സിനീന. 10 കൊല്ലത്തിന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ശുദ്ധമായ മണ്ണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശുദ്ധീകരണത്തിന്റെ വസ്തുവാണ്.